കോഴിക്കോട് കോട്ടൂർ പഞ്ചായത്തിൽ UDF BJPയുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് LDF. BJPയുടെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചതിന്റെ ഇരട്ടി വോട്ടുകൾ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചു. കോട്ടൂരിൽ LDF UDF കക്ഷികൾക്ക് തുല്യ സീറ്റാണ് ലഭിച്ചത്. LDF ശക്തി കേന്ദ്രമായ കോഴിക്കോട് കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുഭരണം അവസാനിപ്പിക്കാനാണ് UDF BJP വോട്ട് കച്ചവടം നടന്നത്. 10 വാർഡുകളിൽ BJP UDFന് വോട്ട് നൽകിയതായി കണക്കുകളിൽ നിന്ന് വ്യക്തം. 14-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് 148 വോട്ട് ലഭിച്ചപ്പോൾ വാർഡ് സ്ഥാനാർത്ഥിയായ BJPയുടെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിന് ലഭിച്ചത് 78 വോട്ട് മാത്രം. ഇവിടെ LDF പരാജയപ്പെട്ടതാവട്ടെ 7 വോട്ടിനും. 9-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് 241 വോട്ട് ലഭിച്ചപ്പോൾ വാർഡ് സ്ഥാനാർത്ഥിക്ക് 153 വോട്ടാണ് കിട്ടിയത്. 73 വോട്ടിന് ഇവിടെ LDF പരാജയപ്പെട്ടു. വോട്ട് കച്ചവടത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പുറത്തു വന്നതെന്ന് CPIM ബാലുശ്ശേരി ഏരിയ സെക്രട്ടറി TK സുമേഷ് പറഞ്ഞു. കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സമീപനമാണ് BJP നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ചില സീറ്റിലെങ്കിലും നമ്മുടെ ഏരിയയിൽ ബാലുശ്ശേരിയിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം വിജയിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. 10 വാർഡുകളിലെങ്കിലും UDF BJP ഒത്തുകളി നടന്നതായാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 10 വീതം വാർഡുകളിൽ ജയിച്ച LDFനും UDFനും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിക്കാൻ നറുക്കെടുപ്പ് നടത്തണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.